അറിയുന്നില്ലേ? അപ്പുറത്ത് നിന്നാൽ പോലെയാണോ? എന്തിനും ഇവിടെ നിന്നത്? ബാഗ് രവിയുടെ കൈയെടുത്തോളൂ. ആള് പിടിച്ചാൽ ബാക്കിയുള്ള തിരിച്ചു നിന്നിട്ട് ഒരു പടം കൂടി എടുക്കാം. ഗോപി കിടക്കേ എല്ലാരും കൂടി പറഞ്ഞാലേ ഇതൊക്കെ മാറ്റിക്കൊണ്ട് ദേവസ്വം ബോർഡുകൾക്ക് കൂടുതൽ അധികാരം, വരുമാനം കൂടിയാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും ദേവസ്വം ബോർഡുകൾക്ക് കൂടുതൽ അംഗീകാരങ്ങൾ കൊടുക്കേണ്ട ഒരു സന്ദർഭം. ഇതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിലും കോടതിയുടെ ഇടപെടലുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു വിവാദം ഉണ്ടാക്കുന്നില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളിലും കോടതി തന്നെ ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് വല്ല റോളുണ്ട്. ശബരിമലയിൽ സർക്കാരിനും റോളില്ല, ദേവസ്വത്തിനും റോളില്ല. ഹൈക്കോടതിയാണ് അവിടെ ഏത് പൂ ഉപയോഗിക്കണം എന്ന് പറയുന്നത്, എങ്ങനെ ക്യൂ നിൽക്കണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേൽനോട്ട അവകാശം മാത്രമേ കോടതിക്കുള്ളൂ. വക്കീൽമാരായിട്ടുള്ളവർക്കറിയാം. മേൽനോട്ടം ഓഡിറ്റിംഗ് അധികാരം, ദേവസ്വത്തിന് കൊടുക്കുന്ന ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ അധികാരം ഹൈക്കോടതിക്കുണ്ട്. അതല്ലാതെ സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കമ്മീഷനെ നിയമിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും കോടതിക്ക് ശരിക്കും പറഞ്ഞാൽ അവകാശമില്ല. പിന്നെ എല്ലാവരും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷൻ നിയമിക്കാൻ സർക്കാർ ഇപ്പോൾ ഒരു പാനൽ കൊടുക്കണം ഹൈക്കോടതി. കൊച്ചിയിലത് വേണം, മലബാറിലും അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്താണ് 3 പ്രധാന ദേവസ്വം ബോർഡിൽ തിരുവിതാംകൂറിന് മാത്രം എന്താ കുട്ടികളാണ് വരുമാനമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങളുണ്ട്. അതിപ്പോൾ എല്ലാവരും കോടതിയോട് ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്ന് വിചാരിച്ച് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അമിതമായിട്ടുള്ള ഇടപെടൽ വേണമെന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഏതായാലും നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ട. നിയമസഭയിൽ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. നിയമസഭയിൽ നമുക്ക് ആരും പഠിക്കേണ്ടത് പുറത്ത് പറയുമ്പോഴാണുള്ള കോട്ടലക്ഷ്യം വരിക. കോട്ടലക്ഷ്യം എന്ന് പറയുന്നത് കോടതിയുടെ വിധിയെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ജഡ്ജിമാരെ വിമർശിക്കാൻ പാടില്ല. ഒരു ജഡ്ജി വിധി പ്രഖ്യാപിക്കുമ്പോൾ അത് മനഃപൂർവ്വം ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ജഡ്ജിമെന്റ് നടത്തി എന്ന് പറഞ്ഞാൽ കോട്ടലക്ഷ്യം. എന്നാൽ വിധിയിലും തെറ്റുപറ്റാൻ മനുഷ്യരാണ്. വിധിയെ വിമർശിക്കാം, ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ല. അതാണ് കോട്ടലക്ഷ്യത്തിൻ്റെ ഇതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഭക്തജനങ്ങളുമായി എല്ലാം ചർച്ച ചെയ്തിട്ട് സർക്കാർ തീരുമാനം എടുക്കുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. അത് രണ്ടും പരിപാലിച്ചുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകും. ഏതായാലും സത്യത്തിൽ മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിക്കാതിരിക്കാൻ ഞങ്ങളൊക്കെ ഒരുപാട് ശ്രമിച്ചാണ്. ഇതിന് ഹൈക്കോടതിയാണ് എല്ലാവരെയും ചീത്ത പറഞ്ഞപ്പോഴാണ് നിവർത്തിയില്ലാതെ രൂപീകരിക്കേണ്ടി വന്നത്. പക്ഷെ അതിൻ്റെ സിസ്റ്റം മാറ്റണം എന്ന് പൊതുവായിട്ടുള്ളൊരു ധാരണ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ക്ഷേത്രങ്ങൾ പരിപാലിക്കണം, നമ്മുടെ വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നമുക്കുണ്ട് പല ആചാരങ്ങളും നമുക്കുണ്ട്. ആ ആചാരങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചില അപകടങ്ങൾ പലപ്പോഴും വിശ്വാസ സമൂഹത്തിന് ചില ഭയപ്പാടുണ്ടാകുന്നത്. ഇപ്പോൾ ആന എഴുന്നള്ളിപ്പ്, ചില സ്ഥലങ്ങളിൽ ആന ഇടയുന്നു എന്നുള്ള വാസ്തവമാണ്. പക്ഷെ അതിൻ്റെ ഒരു മൂലകാരണം പരിശോധിക്കുമ്പോൾ ആനേനെ പരിപാലിക്കുന്നതിൽ വരുന്ന വീഴ്ചയാണ് പലപ്പോഴും ആന ഇടഞ്ഞുകൂടുന്നതിൻ്റെ കാരണം. അല്ലാതെ ഒട്ടും ബഹളവും കെട്ടിട്ടൊന്നും ആന ഇടഞ്ഞുകൂടാറില്ല. കാരണം ആനകളൊക്കെ പണ്ട് കാലം തൊട്ടേ ഉള്ളൊരു സംവിധാനം. പക്ഷെ ചില ജീവനൊക്കെ ആനയെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കാതിരിക്കുമ്പോഴാണ് ആന വയലൻ്റായി പോകുന്നത്. മനുഷ്യനും നമ്മൾ ദ്രോഹിക്കുമ്പോൾ നമ്മൾ വയലൻ്റ് ആവുന്ന പോലെ ആനയും വയലൻ്റ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ വെടിക്കെട്ട് പരമാവധി ഇത്തവണ നമുക്കറിയാം പൂരത്തിൻ്റെ ഒരു പൊലിമ ഇത്തവണ നഷ്ടപ്പെടാൻ കാരണം വെടിക്കെട്ട് അപകടത്തിൽ 14 പേരുടെ മരണം നമ്മളെ വളരെയധികം ദുഃഖത്തിലാക്കി. ഇതുപോലെ സംഭവങ്ങളിൽ മുൻകരുതലെടുത്തുകൊണ്ട് പൂരങ്ങൾ ഭംഗിയായിട്ട് നടത്തും.